നമസ്കാരം. വളരെ സന്തോഷവാനായിട്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ സന്തോഷകരമായി തുടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആദ്യം ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ നാവിൽ വരുന്നത് എന്തൊരു ചൂട് എന്നാണ്. അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത്. ഈ ചൂട് വർദ്ധിച്ചു കഴിയുമ്പോൾ രണ്ട് പേർ കണ്ടു കഴിയുമ്പോൾ അവരുടെ മുഖത്തൊരിക്കലും ഒരു പ്രസാദാത്മകത്വം ഉണ്ടാകത്തില്ല. ഒരു പുരിയെല്ലാം ചൊടിച്ച് നീ എന്തിനാ എന്നെ കാണാമെന്ന മട്ടിലായിരിക്കും മുഖഭാവം വരിക. ആ ചൂട് എന്താ പറയണ്ടേ, എല്ലാ വാർത്തകളിലും പറയുന്നുണ്ട് ചൂട് വർദ്ധിക്കും, ഇനിയും വർദ്ധിക്കും. അതായത് ഇന്നത്തെ ചൂടല്ല, ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ചൂടെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വാർത്താമാധ്യമങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചൂട് സഹിക്കവയ്യാതാണെന്ന് തോന്നുന്നു. കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് കയറി തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചപ്പം ഈ ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുക? അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ ഹാബിറ്റാറ്റാണ് വനങ്ങൾ. അവിടെ സ്ഥലം കാണുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് വെള്ളം വേണേൽ ചോദിച്ചു കുടിക്കാം. ഒരാനയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ എത്ര ലിറ്റർ കിട്ടിയാലേ മതിയാകും. അപ്പം അതിന് ദാഹിക്കുമ്പം സ്വാഭാവികമായിട്ടും അത് വെള്ളം അന്വേഷിച്ച് വരും. ഞാനിപ്പോൾ ഇന്നലെ വിരിഞ്ഞാന്ന് ഞാൻ കണ്ടു, എവിടെയോ ഒരാന. ഈ ആനയുടെ നല്ല പേരുകൾ അവർ ആനയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്നൊക്കെ ഓരോ പേരിട്ടിട്ടുണ്ട്. ചില ആനയ്ക്ക് അരിയാണ് ഇഷ്ടം, ചില ചക്കയാണ് ഇഷ്ടം, അങ്ങനെ. അപ്പോൾ അവരാണ് ഹീറോസാണ്. ഒരാന വന്നിട്ട് ഒരു കടയുടെ ഫ്രണ്ടേജ് നേരെ അങ്ങ് തല്ലി പൊളിക്കുന്നു. എന്ത് കൂളായിട്ടാണ്. എന്നിട്ട് നേരെ തുമ്പിക്കകത്തേക്ക് ഇടുന്നു. കറക്റ്റ് ഒരു ചാക്ക് അരി അവൻ്റെ കൈ കിട്ടുന്നു. അവൻ അതുകൊണ്ട് പുറത്തിറങ്ങി വന്ന് കാല് കൊണ്ട് തട്ടിയപ്പം ചാക്ക് ഓപ്പണായി. അവൻ അരി എടുത്ത് കഴിക്കുന്നു. അപ്പോൾ വിശപ്പാണ് സത്യം. വിശപ്പ് എന്നൊരു സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഒന്നും പഠിപ്പിക്കണ്ട, അവർ സ്വയം ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് നമുക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അഫ്കോഴ്സ് നമുക്ക് നമ്മുടെ പരാതിയുണ്ട്. നമ്മുടെ കൃഷി സ്ഥലങ്ങൾ, നമ്മുടെ വിളവുകളൊക്കെ നശിപ്പിക്കുന്നു. പക്ഷേ ആരോട് പരാതി പറയാനാണ്? അതൊന്ന്. പിന്നെ ആനയുടെ കുത്തേറ്റ് മരിക്കേണ്ട അവസ്ഥ വരിക ക്രൂരമാണ്. മരിച്ചു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തു എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ ജോലി ആ വീട്ടിലെ ഏതെങ്കിലും ഒരാൾ കൊടുത്തു എന്നുള്ളതുകൊണ്ടോ ഒന്നും ആ ദുഃഖം തീരുന്നില്ല. കഷ്ടമാണ്, വല്ലാത്ത കഷ്ടം തന്നെയാണ്. കാരണം ഒരു അകാരണമായ മരണമാണല്ലോ സംഭവിക്കുന്നത്. അതൊന്ന്. പിന്നെ ഇപ്പുറത്തൂടാണെങ്കിൽ കടൽ, എന്താ പറയുക, കള്ളക്കടൽ എന്നുള്ള പേരിൽ കടലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം, വീടുകൾ നശിക്കുന്നു. ഇത് എന്താ, ഒരു പോസിറ്റീവായിട്ട് നമുക്കൊന്നും ചിന്തിക്കാനോ പറയാനോ സാധിക്കുന്നില്ല. അതിൻ്റെ കൂടെ റോഡ് അപകടങ്ങൾ, അയ്യോ, മനുഷ്യജീവന് യാതൊരു വിലയില്ലാത്ത രീതിയിൽ റോട്ടിൽ ജീവനങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ടെപ്പർ ലോറി, സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന TTRനെ തള്ളിയിടുക, അദ്ദേഹത്തിൻ്റെ ശരീരം 5 കഷ്ണമായിട്ട് മുറിയുക. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് വേണമല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭയങ്കരം. പിന്നെ കുറ്റകൃത്യങ്ങളുടെ ബാഹുല്യം അത്ഭുതമാണ്. ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ പെറ്റ സ്ത്രീ സ്വന്തം കുട്ടിയെ തന്നെ പ്രതിശ്രുത കാമുകെന്നൊക്കെ പറഞ്ഞില്ലേ, അവൻ്റെ കൈ കൊടുക്കുകയാണ്. ഈ കുട്ടി നിങ്ങളുടെയല്ല, വേറൊരാൾ ഉണ്ടായതാണ്, ഈ കുട്ടി നമുക്ക് വേണ്ട, അതിനെയും കൊന്നേക്കും. ഉടനെ അവൻ ആ കുട്ടിയെ വാങ്ങിച്ചിട്ട് അവൻ്റെ 2 കാൽമുട്ടിനിടയെ കുറിച്ച് തല വെച്ച് ഞെക്കി കൊല്ലുക. ഇത് കൊല്ലുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ വിത്ത് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചാനലിലൊക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. എന്തൊരു ക്രൂരതയെ മുഖത്ത് തോന്നും. ജനിച്ചൊരു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു. അപ്പോൾ അതും ഭയങ്കര. ഞാനിരുന്നാലും ഇതെവിടെയാണ്, ഇതെങ്ങനെ പോയാലും എന്താണ് നമുക്കൊരു ആശ്വാസം? ഇതിൻ്റെ കൂടെ കൂലിന്മ കുരു എന്ന് പറഞ്ഞ പോലെ ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഇലക്ഷൻ വരുന്നു. അതിൽ ഞാൻ കണ്ട ആകെയുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത്, ഇലക്ഷൻ വന്നപ്പം നെഗറ്റീവായ ചിന്തയെല്ലാം പോയി, എല്ലാവരും പോസിറ്റീവാണ്. ഇലക്ഷൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊന്നും ചൂട് പ്രശ്നമല്ല, ക്ഷീണമില്ലവർക്ക്.
അവർ ചിരിച്ചുകൊണ്ടേ വരത്തുള്ളൂ, പ്രസന്നരാണ്. എന്നെ അത്ഭുതപ്പെടുത്തി അവരുടെ എല്ലാ ആത്മവിശ്വാസമാണ്. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം സ്വന്തം. കാരണം എങ്ങനെയുണ്ട്, ഞാൻ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും, കഴിഞ്ഞിടത്തേക്കാൾ ഇരട്ടി. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലെന്നുള്ള ഭാഷ ഉപയോഗിക്കണം. അപ്പം ഇത് പറയുന്നവരെ ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തങ്കപ്പൻ്റെ മുഖത്ത് മുഖങ്ങനെ നോക്കുന്നത്, അല്ലെങ്കിൽ ജോസഫിനോട് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ജോസഫിനോട് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും, അങ്ങനെ ചിന്തയൊന്നുമില്ല. വരുമ്പരായികളെ പറ്റി ചിന്തയില്ല. ജയിക്കും, നമ്മൾ ജയിച്ചിരിക്കും. ജയിച്ചു എന്ന് പറയുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഈ ഒരു ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ അത് പ്രകൃതി നമുക്ക് തരുന്നതായിരിക്കും. ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആശ്വാസം നമുക്ക് സ്വയം നമ്മുടെ ബോഡി ജനറേറ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, എനിക്കും ഇതിൽ നിന്ന് വിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഞാനും എൻ്റേതായ രീതിയിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ കാണുന്ന ആളാണ്, കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയം ആസ്വദിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല അവസരങ്ങളും എന്താ പറയണ്ടേ, നല്ലൊരവസരമാണ് എന്ന് പറഞ്ഞ് പല അവസരങ്ങളും നമ്മുടെ അടുത്ത് വന്നപ്പോഴും ഇല്ല, ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, എനിക്കിത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എൻ്റെ മനസാക്ഷി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പിന്മാറിയ. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ അടവുകളൊക്കെ എനിക്കും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമാ ജീവിതത്തിനിടയ്ക്ക് തന്നെ എനിക്കതിനുള്ള ചുറ്റുപാടുണ്ടായി. അങ്ങനെ അന്നുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഇത് രാഷ്ട്രീയത്തിൻ്റെ സീസണായതുകൊണ്ട് നിങ്ങളുമായിട്ട് സംവദിക്കാൻ, മഹത്വം പറയാനൊന്നുമില്ല, എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ. ഇത് എവിടെയെങ്കിലും പറയുന്നത് രസമാണല്ലോ. അപ്പോൾ യു ക്യാൻ ഇമാജിൻ വാട്ട് ടൈപ്പ് ഓഫ് എ പൊളിറ്റീഷ്യൻ ഐ വാസ് ഓർ ഐ വുഡ് ഹാവ് ബിക്കം എന്ന് ചിന്തിക്കാൻ പറ്റും. എനിക്ക് ഒരു അത്ഭുതങ്ങൾ തോന്നിയ മേഖലയൊന്നുമല്ല രാഷ്ട്രീയം കേട്ടോ. രാഷ്ട്രീയം എനിക്ക് ചേരും രാഷ്ട്രീയം എന്ന് ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ വരും വരായികൾ ആലോചിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസം എനിക്കുണ്ടായില്ല. ഇല്ല, നമുക്ക് ഇതില്ലാതെ ദൈവം തന്നിട്ടുള്ള ഈ കലാകാരൻ്റെ വിളക്ക് കൈവച്ചുകൊണ്ട് പോകുന്നതാണ് ഒരു സുഖവും തോന്നി ഞാൻ പിന്നാലെയാണ്. പക്ഷേ എന്നാൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പഠിച്ച അനുഭവങ്ങൾ ഈ സീസണിൽ സമയം കിട്ടുമ്പോൾ കുറച്ച് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്കും അത് പങ്കെടുക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഒന്നെനിക്കറിയാം, സാധാരണമായ ക്ഷമയും സഹനശക്തിയും ഒരു പരിധിവരെ നല്ല തൊലിക്കെട്ടിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തൊട്ടാവാടികൾക്കോ അല്ലെങ്കിൽ ഈ കുട്ടി എന്നെ നുള്ളി ഞാനും നുള്ളി എന്ന് പറയുന്ന അവർക്കോ ഒരുപാട് നീതിയും ന്യായവും സത്യവും അതൊന്നും അണുവിട പോലും ഞാൻ മാറില്ല എന്ന് ചിന്തിക്കുന്നവർക്കോ ഒന്നും രാഷ്ട്രീയം ബുദ്ധിമുട്ടായിരിക്കും. അത് പണ്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, എന്തായാലും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതിലേറ്റവും വലിയ സംഭവം എന്താണ് പറയണ്ടേ, പലതും അറിഞ്ഞിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. ഒരിക്കൽ നമ്മുടെ മരിച്ചുപോയ അതുല്യ നടൻ ശ്രീ തിലകൻ രാഷ്ട്രീയത്തെ പറ്റി ഒരിക്കൽ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജനങ്ങൾ പറയുന്നത് ജനാധിപത്യം എന്താണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. അതാണോ ഇന്ന്? അതാണോ? അതായത് ജനാധിപത്യം കൊണ്ട് അസംതൃപ്തരായ കുറെ ജനങ്ങൾ ഈ നാട്ടിൽ നിന്നുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണക്കാര് രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ പറയും. റോഡിലൂടെ 14 പേരൊരു ജാഥ നയിച്ചാൽ കംപ്ലീറ്റ് സിറ്റി ട്രാഫിക് ബ്ലോക്കിലാണ്. അതായത് മറ്റുള്ള പൗരരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിച്ചുകൊണ്ട് അവിടെ നിൽക്കണ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 14 പേര് പോട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾ പോയാൽ മതി എന്ന് പറയുന്ന അഹങ്കാരമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുള്ളത്. കേട്ടില്ലേ?
അങ്ങനെ പലരും പറയാറുണ്ട്. എനിവേ, എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, അത് തരാതരം സമയം കിട്ടുമ്പോൾ ഇതേപോലെ ഞാൻ നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം അല്ലേ?